മനുഷ്യ മനസ്സിന്റെ കാണാക്കായങ്ങളിൽ വിഹരിക്കുന്ന ആ കർമ്മയോഗിയെ, മഹാഭിഷഗ്വരനെ, ഉജ്ജ്വല പ്രതിഭാസത്തെ ഞാനിതാ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പെട്ടെന്ന് ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഓർമ്മ വന്ന ഒരു തമാശ. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? അപ്പം നമ്മൾ ഈ ആണുങ്ങൾ ബുദ്ധിയില്ലാത്തവർ ഇതൊക്കെ തുറന്നു പറയും. എൻ്റെ അറിവിലല്ല. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയില്ല. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പിഷാരടി കുട്ടി, ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. ഷാരടി കുട്ടിയുടെ അടുത്ത് എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ ഷാരടിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. 2 വർഷം ഞാൻ ഷാരടിയുടെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. ബാക്കി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ മുഖത്ത് മാത്രം നോക്കില്ല. നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. അങ്ങനെ കോളേജ് വിട്ട് പഠിത്തം പരീക്ഷയ്ക്ക് മുമ്പ് അവസാനം. പിന്നെ ഞാൻ ഷാരടി കുട്ടിയെ കണ്ടിട്ടില്ല. അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. അങ്ങനെ സിനിമയിലെത്തിയ ശേഷം ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതേപോലെ ഓണാഘോഷ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു വരുത്തി. ഞാനൊരു വലിയ സംഭവം അല്ലേ? അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ എന്നെ വളരെ ഇതായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭക്ഷണം വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കഴിച്ചിട്ടേ പോകാം. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? ചെന്നപ്പോൾ ഭക്ഷണം വിളമ്പാനായിരിക്കുന്നു ഇയാളുടെ ഭാര്യ. അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇനി വിഷം കലക്കി തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല, വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. അങ്ങനെ അപ്പോൾ സംഘാടകൻ തന്നെ പറഞ്ഞു, എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് പഴയ കഥകളൊക്കെ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്, നാക്കെടുത്താന്നുണേ പറയൂ. ഈ 25 വർഷങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഷാരടിയുടെ പുറകെ നടന്നതല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതാണ് അന്ന് എനിക്ക് പറ്റിയ അബദ്ധം. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മന്ന്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. ഇപ്പം എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ് ചെയ്തു. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ?